ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് 2 വീക്സ് നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 പൈലുകൾ വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് പൈൽ സാക്രിഫൈസ് ആണ്, സെക്കൻഡ് പൈൽ ട്രാൻസ്ഫോർമേഷനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. കാണാമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. നമ്പർ 12 സാക്രിഫൈസ്, നമ്പർ 13 ട്രാൻസ്ഫോർമേഷനാണ്. കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം, ഈ വീഡിയോ ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് 2 വീക്സ് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്? 10 ഓഫ് സോർട്സ് ഫസ്റ്റ് വന്നിരിക്കുന്നു, പിന്നീട് കിങ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു. പിന്നീട് പേജ് ഓഫ് സോർട്സ് വന്നിരിക്കുന്നു. സോഡിൻ്റെ എനർജിയാണ്, സോഡ് എനർജിയാണ് ഒരുപാട് പേർക്ക്. ഇവിടെ 3 ഓഫ് കപ്സ്, 4 ഓഫ് വാണ്ട്സ്, 6 ഓഫ് കപ്സ്, King of Wands, Queen of Wands, 9 of Wands, Five of Wands, the Magician, Queen of Swords. സോഡ് എനർജി ഒരുപാടുണ്ട്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇത് എംപററാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എംപററാണ്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന അവസ്ഥ, അതായത് നവഗ്രഹങ്ങളുടെയൊക്കെയും അനുഗ്രഹം ലഭിക്കുന്ന ഒരവസ്ഥ, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി ലഭിക്കുന്ന അവസ്ഥ. ജീവിതത്തിലേക്ക് നല്ല സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനും ഉറച്ച തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ നല്ല ഒരു പൊസിഷനിലേക്ക്, ജോലി കാര്യങ്ങളായാലും നല്ല ഒരു പൊസിഷൻ, കൃത്യനിഷ്ഠയോടുകൂടി ഡെയിലി റൂട്ടൈനൊക്കെ പാലിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തി, വളരെയധികം നോളജുള്ള വ്യക്തിയാവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. വളരെയധികം നോളജുള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ ഇത് കാണുന്നത് തന്നെ. ഈ ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്ന, ഒരുപാട് അറിവുകൾ നേടിയിട്ട് ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരുടെയൊക്കെ സ്നേഹവും ആദരവും പിടിച്ചു പറ്റി നല്ലൊരു ഗൃഹനാഥനായി വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോവുക, അതുതന്നെ ഒരു ഭാഗ്യം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയുന്നു. ഇനി അതല്ല, നിങ്ങളിപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ പെർമനൻ്റായ ജോലി ലഭിക്കാനുള്ള സാധ്യത, മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ ശമ്പളം, സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം ഉള്ള ജോലിക്കാരായിരിക്കാം നിങ്ങൾ. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ജോലി ലഭിക്കാനുള്ള എനർജിയും ഒക്കെ ഇവിടെ ഉണ്ട്. ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരവസ്ഥ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് വന്നിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. 10 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് കണ്ടില്ലേ, നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥ. ചീറ്റ് ചെയ്യപ്പെട്ട അവസ്ഥ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് നിങ്ങളെ ടോർച്ചറിങ്,
ആരൊക്കെയോ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് രക്ഷപ്പെടാൻ പറ്റാതെ നിങ്ങൾ ഒരുപാട് ദുഃഖം അനുഭവിച്ച് കഴിയുന്ന ഒരവസ്ഥ, ഒരുപാട് പരാജയം സംഭവിച്ച ഒരവസ്ഥ. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നതാണ്, പക്ഷെ അവിടെ പെട്ടെന്നാണ് ഒരു പരാജയം ഉണ്ടായത്. ആ ഒരു പരാജയത്തിൽ നിന്ന് എങ്ങനെ ഇനി മുന്നോട്ട് കയറും, അതിൽ ചിന്തിച്ച് ഒരുപാട് വിഷമിക്കുന്ന അവസ്ഥ. ഉണ്ടായിരുന്ന പാർട്ട്ണർ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വളരെയധികം സ്നേഹിച്ച വ്യക്തികൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന പാർട്ട്ണർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, മറ്റുള്ളവർ ആരെങ്കിലും ചിലപ്പോൾ സാമ്പത്തികപരമായ ഇടപാടുകളിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, ജോലിസ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അടുത്തുകൂടി പ്രണയം നടിച്ചിട്ട് ഒരുപാട് സ്നേഹം തന്നിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തു പോയിട്ടുള്ള അവസ്ഥ ഉണ്ടാവുക. അങ്ങനെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ എന്തോ നല്ല ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. കണ്ടില്ല, ഇവിടെ നിന്ന് നിങ്ങൾക്കിനി ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. 10 ആണ് നമ്പർ, 10 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ഇവിടെ നിന്നും വരുന്നത് ഇനി എന്താണ്? ഇനി ഒരു തുടക്കത്തിലേക്കാണ് വരുന്നത്. ഇവിടെ ഇത് അവസാനിച്ചു. കണ്ടില്ലേ, ഈ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അവസാനിക്കുന്നുണ്ട്. ഈ അവസാനിക്കുന്ന സമയത്ത് നിന്നും, അവസാനത്തിൽ നിന്നും നിങ്ങൾ പിന്നീട് വരുന്ന എന്താണ്? ഒരു ബിഗിനിങ്ങിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു പദവിയിലേക്ക് വരാൻ സാധിക്കുന്ന, അടുത്തായിട്ട് കിങ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കിങ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴെന്താണ്? ഒരു ഉയർന്ന പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഉറച്ച തീരുമാനങ്ങളെടുത്ത് വളരെ മറ്റുള്ള പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനുഭവം നിങ്ങളുടെ ഗുരുവാണ്. ഇവിടെ നിങ്ങൾക്ക് അനുഭവം വന്നു, നിങ്ങൾ നിഷ്കളങ്കരായ ആൾക്കാരായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് അനുഭവം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കൂ. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇവിടെ ഒരു അനുഭവം തന്നതാണ്. മനസ്സിലായില്ലേ? അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. മുന്നോട്ട് വരുമ്പോൾ നല്ലൊരു പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്, അതുപോലെ ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. ഈ 4 എനർജിയും വരുന്നത്, ഈ 3 എനർജിയും ഇവിടെ നിന്ന് വരുന്നതാണ്. ഇവിടെ നിന്നും ലഭിക്കുന്ന എനർജീസാണ് നിങ്ങൾക്ക്. ഈ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്, ഈ ഒരു അനുഭവത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അതുപോലെ കിങ് ഓഫ് വാൻഡ്സ് ഉയർന്ന പദവിയിലേക്ക്, ജോലി ലഭിക്കാനുള്ളത്, ആ ജോലിയിൽ ഉയർന്ന പദവിയിലേക്ക് പോകാനായിട്ട്, ഇവിടെ ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെടുത്തി ആരോ നിങ്ങളിൽ നിന്ന് ഇത്തരം സൗഭാഗ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞ അനുഭവമാണ് ഇവിടെ. പക്ഷേ ഈ അനുഭവത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നത് നല്ല ഒരു പദവിയിലേക്കാണ്. അതാണ് ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ഓഫ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സജിറ്റേറിയസ് എനർജി ഇവിടെ. അതുപോലെ ക്യൂൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് വാൻഡ്സും വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 കൂട്ടർക്കായാലും ഇവിടെ പ്രതീക്ഷകൾ സഫലമാകുന്ന എനർജിയാണ്. ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ഇവിടെ സഫലമാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. സഫലമാക്കി കഴിയുമ്പോൾ തന്നെ മറ്റുള്ളവർ നിങ്ങളോട് അടുത്തുകൂടും. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നു. പോസിറ്റീവായി നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കുന്നു. ആ പോസിറ്റിവിറ്റി നിറഞ്ഞ നിങ്ങളുടെ സാമീപ്യത്തിൽ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം ലഭിക്കുന്ന എനർജി. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആർക്കെങ്കിലും ഒക്കെ ഒന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അടുത്തൊന്ന് വന്നിരിക്കാൻ ഒക്കെയും തോന്നിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ സാധിച്ചു പോകുന്നു. ഇവിടെ എല്ലാം നഷ്ടപ്പെട്ടു, പക്ഷേ ഈ നഷ്ടപ്പെട്ടിടത്തു നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് സോർട്സ് ആണ്. എന്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെച്യൂർഡ് അല്ലാത്ത ഒരു വ്യക്തി ഏതിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നു. അതാണ് ഇവിടെ മെച്യൂർഡാണ്. കിങ് ഓഫ് സോർഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തി. ഇവിടെയോ പേജാണ്. ഇവിടെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവില്ല, പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നു, ആപത്തിൽ ചെന്ന് ചാടുന്നു. അവിടെയാണ് ഇവിടെ കണ്ടില്ല, ആപത്തിൽ ചെന്ന് ചാടുന്നു. ഇവിടെ മുറിവേറ്റ ഹൃദയമാണ്. ഇവിടെ ഈ ഒരു നിരാശയിൽ കഴിയുമ്പോൾ തന്നെ എന്തൊക്കെ ഇനി വന്നു ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇരുളിൽ തപ്പിത്തടഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് എന്തൊക്കെയോ വന്നു ചേരാനുണ്ട്. അതാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു വെയിറ്റിങ്ങോട് കൂടി നിൽക്കുകയാണ്. കാര്യം എന്താ, ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നിന്ന് പേജ് ഓഫ് സോർഡിൻ്റെ അവസ്ഥ, അഥവാ 3 ഓഫ് കപ്സ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ പേജ് ഓഫ് സോർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, അവരറിയാതെ അവരെ തന്നെ ഒന്ന് വാച്ച് ചെയ്യുന്ന എനർജിയും ഇവിടെ പറയാൻ സാധിക്കും.
അപ്പോൾ ഇവിടെ 3 ഓഫ് കപ്സ് ആണെന്ന് ഇത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം വരുന്നുണ്ട് നിങ്ങളിലേക്ക്. 2-3 പേർ കൂടി ചേർന്ന് നിങ്ങൾ കാണാതിരുന്ന സുഹൃത്തുക്കളെ കാണാനുള്ള അവസ്ഥ, അവരുമായിട്ട് കൂടിച്ചേർന്ന് സന്തോഷം പങ്കിടാനുള്ള അവസ്ഥ. ഇവിടെ പിന്നീട് സുഹൃത്തുക്കളുമായിട്ട് സന്തോഷം പങ്കിടുന്നു, പക്ഷേ ഇവിടെ വഴക്കിടുന്നുണ്ട്. ആ സന്തോഷത്തിനിടയിൽ തമ്മിൽ അടിപിടി കൂടുന്നുണ്ട്. കാണാതിരുന്ന കണ്ടുമുട്ടുന്ന ചില സുഹൃത്തുക്കളല്ലേ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചു കൊണ്ടിവിടെ ആർഗ്യുമെൻറ്റ്സ് ആണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയിൽ ഒരു ആർഗ്യുമെൻറ്റ്സ് നടന്നിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ചിലപ്പോഴൊക്കെ അങ്ങനെയാവാം. ചിലപ്പോൾ ചില ആൾക്കാർ നോ കോണ്ടാക്റ്റ് അവസ്ഥയിലാവാം. എന്തായാലും ശരി, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നിങ്ങളുടെ സോൾമേറ്റ് കണക്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. മജീഷ്യൻ്റെ എനർജിയാണ് ഇത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. അതാണ് ഇവിടെ കാണുന്നത്. മജീഷ്യൻ്റെ പോലെയുള്ള എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ആഗ്രഹിച്ച കാര്യങ്ങളിലുള്ള സാധ്യതയാണ്. അത് നിങ്ങൾക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റും. പിന്നെ തന്നെയുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ഒരു കെയർ ചെയ്യാൻ, നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാനായിട്ട് വേണ്ടി മാത്രം നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ സമയത്ത്, ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്ന ആ സമയത്ത് നിങ്ങളിലേക്ക് ഒരു കണക്ഷൻ വരുന്നതാണ്. ഒരു സോൾമേറ്റ് കണക്ഷൻ വന്നു ചേരും. അതിലൂടെ നിങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, 4 ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ളവരുടെ കൂട്ടിമുട്ടൽ, കണ്ടുമുട്ടുന്നു. അങ്ങനെ ചേർന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ വിവാഹത്തിനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ വിവാഹത്തിലേക്ക് പോവുക തന്നെയുമല്ല, 1111 എന്നുള്ള നമ്പർ നിങ്ങൾക്ക് കാണുന്നുവെങ്കിൽ അത് നിങ്ങളുടെ നല്ലൊരു ജീവിതത്തിൻ്റെ തുടക്കം തരുന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം വരാൻ പോകുന്നു എന്ന് നിങ്ങളെ കാണിക്കുന്നതാണ് അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ പാറ്റേൺ തന്നെ വരുന്നത്. ഒരുപാട് പേർ കാണുന്നുണ്ടായിരിക്കും 1111 നമ്പർ. അതാണ് സ്ഥിരം, നമ്മളെ വിളിച്ച് കാണിക്കുന്നത് പോലെയാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് അങ്ങനെയും ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസരത്തിലേക്ക്, പോസിറ്റീവായൊരു എനർജിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ വരാനുള്ളവർ നിങ്ങളിലേക്ക് വന്നു ചേരും. കുടുംബസഹിതം സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ്. വീട് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, ജീവിതം ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, പങ്കാളിയെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, പുതിയ വിവാഹത്തിലേക്ക് പോകണമെന്ന്, വിവാഹം നടക്കണമെന്നുള്ള ആലോചനയിൽ അല്ലെങ്കിൽ ആഗ്രഹത്തിലിരിക്കുന്നവർക്ക് ഒക്കെയും ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ കുട്ടികളുടെ ജനനം ഒക്കെയും പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് വളരെ നല്ല സമയമാണ്, വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ 6 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയും പഴയ നൊസ്റ്റാൾജിയ ആണ്. പഴയകാല കാര്യങ്ങളെ കൂട്ടുകാർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ പഴയ സ്കൂളിൽ പഠിച്ച ഓർമ്മകളെ ഒക്കെ അയവിറക്കുന്ന, പരസ്പരം അത് പറഞ്ഞ് അല്ലെങ്കിൽ പണ്ട് പ്രണയിച്ചിരുന്ന ആ കാലത്തെ ഓർമ്മകളെ പറ്റി ഇവിടെ പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു കണ്ടുമുട്ടൽ, വീണ്ടും കണ്ടുമുട്ടുക, വീണ്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള നല്ല ഒരു സ്നേഹബന്ധത്തിലേക്ക് പോകാനും പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ ഒരു റീയൂണിയൻ്റെ എനർജിയുണ്ട്. പിരിഞ്ഞിരിക്കുന്ന ആൾക്കാർ തമ്മിലൂടെ റീയൂണിയൻ സംഭവിക്കുന്നതായിട്ടും ഇവിടെ പറയാൻ പറ്റും. അതുപോലെ മജീഷ്യൻ്റെ എനർജിയിലും റീയൂണിയൻ സംഭവിക്കുക. അതുപോലെ ക്യൂൻ ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്, നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയാണ്. ഫ്രീഡം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏതൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാം. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിക്കേണ്ട ഒരു ഗതികേട് ഇനി വരില്ല എന്ന് ഉറപ്പിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫ്, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഒറക്കിൾ കാർഡ്സ് എടുക്കാവേ. ലേസിനെസ്, ഫ്ലവറിങ്, ഹീലിംഗ്, 4 കാർഡ്സ്, റീബർത്ത്. ഇപ്പോഴിവിടെ വന്നിരിക്കുന്നത് എന്താണ്, ലേസിനെസ് ആണ്. പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് കൺട്രോളാണ്. കണ്ടില്ല, കൺട്രോൾ, മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് ഉള്ള ഒരു ലൈഫ്. അതായത് നിങ്ങൾ പറഞ്ഞാൽ മറ്റുള്ളവർ അനുസരിക്കും എന്നുള്ള മട്ടിലുള്ള ഒരു ലൈഫ്. അതിനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞാൽ മറ്റുള്ളവർ അനുസരിക്കണമെങ്കിൽ എന്ത് കഴിവാണ് നിങ്ങൾക്ക് വേണ്ടത്? നല്ല ദൈവാനുഗ്രഹം വേണം നിങ്ങൾക്ക്.
മനസ്സിലായില്ലേ? മറ്റ് ചില കാര്യങ്ങൾ കൂടി നിങ്ങളിലേക്ക് വന്നു ചേരണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ലേസിനെസ് ആണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപാട് സുഖസമൃദ്ധി ഉണ്ട്, സൗകര്യങ്ങൾക്കായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്താണ്, മനസ്സുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ ഒരു മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിൽ വീണ്ടും വീണ്ടും എന്താണ്, അങ്ങനെ അതിലേക്ക് ആണ്ടുപോവുകയേ ഉള്ളൂ. അതിലേക്ക് നിങ്ങൾ ഉണർന്നു വരണം. ആ മടിയെ നിങ്ങൾ കളഞ്ഞിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം. അപ്പോഴാണ് നിങ്ങൾക്ക് ശാരീരികമായ ആരോഗ്യം ലഭിക്കുന്നത്. ഇവിടെ ഹീൽ ചെയ്ത് പോകാൻ കഴിയും. കണ്ടില്ലേ, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റം വരുത്താൻ സാധിക്കും. സ്വയം ഹീൽ ചെയ്ത് മാറ്റാൻ സാധിക്കും പല കാര്യങ്ങളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്, ബാഹ്യമായ ആരോഗ്യാവസ്ഥ കുറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് സ്വയം വിചാരിച്ചാൽ മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. കണ്ടല്ലേ? അപ്പോൾ ഇവിടെ ഹവറിംഗ് ആണ് വീണ്ടും ഇവിടെ, അതായത് ക്രിയേറ്റീവ് പവർ കൂടുതലായിട്ട് നിങ്ങൾക്ക് പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്ത് കഴിവാണ് നിങ്ങളിലുള്ളത് അതിനെ ബിൽഡപ്പ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം സന്തോഷകരമായ എനർജിയാണ്, വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 4 of Cups, 4 of Wands വന്നല്ലോ. അപ്പോൾ ആ 4 of Wandsൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതേ അവസ്ഥ തന്നെയാണ്. വളരെയധികം സന്തോഷത്തെ തരുന്ന എനർജിയാണ് ഇത്. ഹീലിംഗ് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ റീബർത്താണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ റീബർത്ത് വരും തീർച്ചയായിട്ടും. 10 of Swordsന്റെ അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇവിടെ റീബർത്ത് വരാതിരിക്കില്ല. പുതിയൊരു ജന്മം നിങ്ങൾക്ക് ലഭിക്കും. വളരെ മാറ്റത്തോടു കൂടിയ ഒരു ജന്മം നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കണ്ട? അപ്പോൾ നമുക്ക് നിങ്ങൾ ഏഞ്ചലിൻ്റെ മെസ്സേജസ് നോക്കാം. Look for a sign. No. Wait. ഇവിടെ വന്നിരിക്കുന്നത് ഫർഗിവ്നെസ് ആണ്. കണ്ടല്ലേ? മാപ്പപേക്ഷ നടത്തൂ, യൂണിവേഴ്സിനോട് മാപ്പപേക്ഷ നടത്തൂ. എന്തെങ്കിലും നിങ്ങളുടെ കർമ്മ റിലീസാവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ട് ഫർഗിവ്നെസ് ആണ്. ഐ ആം സോറി, പ്ലീസ് ഫർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് ഡിവൈനിനോട്, യൂണിവേഴ്സിനോട് എല്ലായ്പ്പോഴും പറയേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ പിന്നെ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന ലുക്ക് ഫോർ എ സൈനാണ്. കണ്ടില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സൈനുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അല്ലേ? ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സൈനുകൾ കാണാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ ദേഹത്തുകൂടെ തൂവലുകൾ വന്ന് വീഴുക. 1111 എന്നുള്ള നമ്പർ ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 1111 നമ്പർ കണ്ടില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. തുടർച്ചയായിട്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുക. അല്ലെങ്കിൽ ഫെദർ, പ്രാവിൻ്റെ അല്ലെങ്കിൽ വെള്ള പക്ഷികളുടേത് തൂവലുകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുൻപിൽ വന്ന് വീഴുക. നിങ്ങളുടെ ദേഹത്തോട് ഉരസി വന്ന് വീഴുന്നത് ഏറ്റവും നല്ല ഒരു ഭാഗ്യ സമയമാണെന്നാണ് പറയുന്നത്. അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില റെയിൻബോ കാണുക. മനസ്സിലായില്ലേ? സംഖ്യകളുടെ പാറ്റേണായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. 333, 111, 222, 555 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ് എന്ന് കരുതിയാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് നല്ലൊരു മാറ്റം ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഇവിടെ നോ എന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ മുന്നോട്ട് വരൂ. അതാണ് ആത്മവിശ്വാസത്തോടു കൂടിയും ധൈര്യത്തോടു കൂടിയും നിങ്ങൾ മുന്നോട്ട് വരിക. ആത്മവിശ്വാസം വേണം, അല്ലാതെ ശുഭാപ്തി വിശ്വാസം വേണം. ഇല്ലാതെ ഒരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ അങ്ങനെ അവിടെ അങ്ങ് ഇരിക്കണ്ട, നിങ്ങൾ മുന്നോട്ട് വരാം. അവിടെ നിന്നാണ്, ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് എന്ത് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് സക്സസ് ലഭിക്കാൻ പോകുന്നത്. വെയിറ്റ് ചെയ്യൂ. കണ്ടില്ലേ? നിങ്ങളിലേക്ക് സക്സസ് വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സാക്രിഫൈസ് ആണ്. കണ്ടില്ലേ? സാക്രിഫൈസ് ചെയ്യൂ, ത്യാഗം ചെയ്യൂ. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ടാവാം.
പക്ഷേ ഇനി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങും. എവിടെയാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത്? നമ്പർ 3 ആണ്. വ്യാഴത്തിൻ്റെ അനുഗ്രഹം, ജൂപ്പിറ്ററിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. നവഗ്രഹങ്ങൾ ജൂപ്പിറ്ററിൻ്റെ ആ ഒരു അനുഗ്രഹം, അതായത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? സൗഭാഗ്യങ്ങളാണ് വരാൻ പോകുന്നത്. ഈ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും നിങ്ങളിലേക്ക് വരും. കണ്ടില്ലേ, ഇവിടെ റെയിൻബോ കാണിച്ചേക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ല ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതാണ് നിങ്ങളിവിടെ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തത് ഇതാണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ഇതാണ്. ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കൂ. അവിടെയാണ് വിജയം വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല വിജയം വരാൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൈൽ സെലക്ട് ചെയ്തവരുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്. അവിടെ ഇരിക്കട്ടെ. Six of Wands. Eight of Swords വന്നിട്ടുണ്ട്. Ace of Pentacles വന്നിട്ടുണ്ട്. The Sun വന്നിരിക്കുന്നു. King of Wands വന്നിരിക്കുന്നു. Nine of Cups വന്നിരിക്കുന്നു. Eight of Wands. King of Pentacles. The Chariot. Three of Cups. The Hermit. Four of Pentacles. The Emperor. Page of Pentacles. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്തൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. തീർച്ചയായിട്ടും റീയൂണിയൻ നടക്കേണ്ടവർക്ക് റീയൂണിയൻ സാധിക്കും. പോസിറ്റീവായാലും നെഗറ്റീവായാലും ഒന്നുമില്ലെന്ന് ആ ഒരു പ്രശ്നം നിങ്ങളെ ഏശുകയേ ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. സിക്സ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സർവ്വകാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയമാണ്. ഇവിടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു വിജയമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ വിജയം, എല്ലാത്തിനും ഒരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുള്ള ചില കാര്യങ്ങളിൽ ഇതുവരെ നിങ്ങൾക്ക് അതിനൊരു സമയമായിട്ടില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ അവിടെ നിങ്ങൾക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള റിവാർഡ്, നിങ്ങളുടെ എഫർട്ടിനനുസരിച്ചുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് എയ്റ്റ് ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, എയ്റ്റ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾ എന്തോ ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് പ്രണയം നടിച്ച് നിങ്ങളെ ചീറ്റ് ചെയ്ത അവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. അവിടെ നിങ്ങൾ വീണ്ടും ബന്ധനത്തിലാണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, മറ്റേതൊരു സാഹചര്യത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയാലും നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് തന്നെ വേണം എപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ. നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വേണം ജീവിക്കാൻ. ആ ഒരു അവസ്ഥയിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾ രക്ഷപ്പെടാനാവാതെ അവിടെ വീണ്ടും കുടുങ്ങിക്കിടക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ, കണ്ടില്ല ഇവിടെ ചാരിയട്ടാണ് വന്നിരിക്കുന്നത്, ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ഇവിടെ ഈ ഒരു അവസ്ഥ, ഈ ഒരു ചാരിയട്ട് വന്നിട്ടുണ്ട്, 3 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ ആരും നിങ്ങളെ തടയില്ല. പക്ഷെ നിങ്ങൾ വീണ്ടും അതിലേക്ക് ആണ്ടു പോവുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഞാൻ അവർ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെടില്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന എനർജിയാണിത്. കണ്ടില്ലേ? വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം, ഈ ചാരിയട്ടിൻ്റെ അവസ്ഥയിലേക്ക് വരാം, സക്സസ്സിലേക്കും വിക്ടറിയിലേക്കും നിങ്ങൾക്ക് വരാൻ സാധിക്കും. അത് നിങ്ങൾ സ്വയം വിചാരിക്കണം. നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ച ഒരു കെണിയാണിത്. സ്വയം മെനക്കെട്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ സ്വയം ചാടിയ ആ ഒരു കുഴി തന്നെയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ സ്വയം വന്നു ചേർന്നതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെട്ട് മുന്നോട്ട് വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും സക്സസ് ഇവിടെ ലഭിക്കുന്നതാണ്. സ്വയം മനസ്സിരുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പ് ടോക്സിക് ആണോ, നിങ്ങൾക്കത് വേണ്ടെന്ന് വയ്ക്കാം. മനസ്സിലായില്ലേ? കുറേ ത്യാഗങ്ങളൊക്കെ ആദ്യം സഹിക്കേണ്ടി വരും. പക്ഷേ എന്നിരുന്നാൽ കൂടെ പിന്നീട് നിങ്ങളിലേക്ക് ഹാപ്പിനെസ് ആണ് വരാൻ പോകുന്നത്. അത് നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായില്ലേ? അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് തന്നെ ഹാപ്പിനെസ് ലഭിക്കില്ല. വീട്ടിലുള്ളവർ തന്നെയും, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അമ്മയാവാം, അച്ഛനാവാം, ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. അത് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് അങ്ങനെ ജീവിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം, സ്വയം പ്രവർത്തിയിലേക്ക് വരാൻ ശ്രമിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് വിജയമുണ്ടാകുന്നത്, സക്സസ് ലഭിക്കുന്നത്. അങ്ങനെയാണ് ഇവിടെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ ആർക്കൊക്കെ ഇവിടെ സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. ഒരു സമ്പത്തിൻ്റെ രാജാവാകാൻ കഴിയുക എന്ന് പറയുമ്പോൾ സർവ്വകാര്യങ്ങളിലൂടെ ഫ്രീഡം ലഭിച്ചിട്ട് ഇരിക്കാൻ കഴിയുക. അപ്പോൾ പല കാര്യങ്ങളും സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്ന ആ ഒരു അഭിവൃദ്ധിയിൽ നിങ്ങൾക്ക് ഫ്രീഡം ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതുപോലെ വാഹനം വാങ്ങിക്കാനോ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ അത് ഇവിടെ നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരുന്നുണ്ട്. വാഹനം വാങ്ങിക്കാനൊക്കെ ഉള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ നിങ്ങൾക്ക് ഒരേപോലെ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവാണ് ഈ ബാലൻസ് ചെയ്ത് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ലഭിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾക്ക് നല്ല ദൈവാനുഗ്രഹം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുവഴി 3 ഓഫ് കപ്സ്, എപ്പോഴും സന്തോഷകരമായിരിക്കാൻ സാധിക്കും, സന്തോഷം അനുഭവിക്കാൻ സാധിക്കും, ജീവിതത്തിലേക്ക് സന്തോഷകരമായ അവസ്ഥകൾ വന്നു ചേരും, സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസ്ഥ. കണ്ടില്ലേ? ചിലപ്പോൾ ഇവിടെ വിവാഹം നടക്കാം, അല്ലെങ്കിൽ മറ്റ് ആരുടെയെങ്കിലും ചിലപ്പോൾ വീടിൻ്റെ പാലുകാച്ചൽ, മറ്റോ എന്തെങ്കിലും വിവാഹത്തിന് ഫംഗ്ഷന് ഒക്കെ നിങ്ങൾക്ക് പങ്കുചേരാനോ, അല്ലെങ്കിൽ കാണാതിരുന്ന ഫ്രണ്ട്സിനെ കണ്ടുമുട്ടാനോ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരാനോ, ലവേഴ്സ് തമ്മിലുള്ള പിണക്കത്തിൻ്റെ അവിടെ ഒന്ന് പിന്നീട് വന്നു ചേരാനോ. ഇവിടെ കണ്ടില്ലേ ഹെർമിറ്റ് മൂഡ് വന്നിരിക്കുന്നത്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനായിട്ടുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. അങ്ങനെ വന്നാൽ തന്നെ ഇവിടെ കൂടിച്ചേരുകയും സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിലേക്ക്, കണ്ടില്ലേ, ചിലപ്പോൾ ആദ്യമായിട്ട് ശമ്പളം കിട്ടുന്ന എനർജി ആവാം, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടുന്ന എനർജി ആവാം. നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഏതൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടും പുതിയ ജോലിയിലെ ശമ്പളം, പുതിയ ജോലി ലഭിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സാമ്പത്തികം ലഭിക്കാനുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന എനർജി. ഇവിടെ അത് ലഭിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇതിലൂടെ കടന്നു പോകുന്ന എനർജി, ഇതുവരെയുള്ള ആ സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് കടന്നു പോകുന്ന എനർജി.
അതുവഴി ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പുതിയ വാഹനം വാങ്ങിക്കാനും ഒക്കെയുള്ള ഭാഗ്യം, വാഹനം, വീട് ഒക്കെ വാങ്ങിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ചെറിയ ലോട്ടറികളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയും. ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, പെൻറ്റക്കിളിൻ്റെ തുടക്കമാണ്. പെൻറ്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ സോഡ് എയർ സൈൻ, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. വൺസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ എല്ലാ എനർജീസും ഉണ്ട്, കണ്ടില്ലേ. പിന്നീട് വന്നിരിക്കുന്നത് എന്താണ്? സണ്ണാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ ഹെർമിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ ചിലപ്പോൾ ഒരു സന്യാസം കൂടെ, കാരണം മറ്റു ഭൗതികപരമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അല്ല ദൈവികതയിലേക്ക് പോകുന്ന എനർജി. അതല്ല എങ്കിൽ മറ്റുള്ള ശല്യങ്ങളിൽ നിന്നുമൊക്കെ മാറിയിരിക്കുക, മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും മാറിയിരിക്കുക. കാരണം ഇവിടെ ചിലപ്പോൾ വലിയ കൂട്ടുകൂടി, ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആവാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, മറ്റു ബഹളങ്ങളൊന്നും ഇഷ്ടപ്പെടുകയില്ല. അവിടെ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കുന്ന എനർജിയും ആവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ഉൾവിളികൾ ഉണ്ടാവുന്നു. ചിലപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉൾവിളികൾ ഉണ്ടാകുന്ന ഒരു സമയമാണെങ്കിൽ ആ ഉൾവിളികളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, അവിടെ സ്പിരിച്വലി കണക്റ്റ് ആവുന്ന അവസ്ഥയും വേണമെങ്കിൽ പറയാം. അതായിരിക്കാം ചിലപ്പോൾ ചിലർ ആഗ്രഹിക്കുന്നത്. ഇത് നിങ്ങളിതിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആയിരിക്കാം, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ ദ സണ്ണാണ് പിന്നീട് വന്നിരിക്കുന്നത്. വെളിച്ചം കണ്ട് മുന്നോട്ട് പോവുകയാണ്, കണ്ടില്ലേ. നല്ല ഒരു ഇവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇവിടെ നിന്ന് നിങ്ങൾ ചാരിയറ്റിലേക്ക് വരും, 3 ഓഫ് കപ്സിൻ്റെ അവസ്ഥ വരുന്നുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ദ സണ്ണിലേക്ക് വരുന്നുണ്ട്. വെളിച്ചം കണ്ട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥയിലേക്ക് വരും. പക്ഷേ സ്വയം നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ സ്വയം വിചാരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ. അപ്പോൾ സണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാവിധ സൗഭാഗ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഇവിടെയുണ്ട് നിങ്ങൾക്ക് വാഹനം, വീട്, പുതിയ ചില കാര്യങ്ങൾ, അതുപോലെ വിവാഹം നടക്കുന്ന കുട്ടികളുടെ ജനനം ഒക്കെയും ഇവിടെ വന്നിട്ടുണ്ട്. പ്രതീക്ഷകൾ സഫലമാവുകയാണ്, ആഗ്രഹങ്ങൾ പൂവണിയുന്നു, പ്രതീക്ഷകൾ സഫലമാകും. ഇതൊക്കെയും ഇവിടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഒരുപാട് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇവിടെ സൺ കൊണ്ടുവന്നിരിക്കുന്നത്. അവിടെ കിങ് ഓഫ് വാൻസ് ആണ്, ജോലി കിട്ടുന്ന എനർജി. ഇവിടെ ഫ്രീഡം ലഭിക്കുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിച്ച് വരും. അത്തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക്, സമൂഹത്തിൽ വളരെ നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഇവിടെ. 9 ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നത്. അതുവഴി എന്താണ്, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു, കണ്ടില്ലേ. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇവിടെ 8 ഓഫ് വാൻസ് ആണ്. കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ലൊരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെയും പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ, നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്നവർ തമ്മിൽ എന്താണ്, റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. അത്രമാത്രം ഫാസ്റ്റാണ് ഈ എനർജി, കണ്ടില്ലേ. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേർ സാമ്പത്തികമുണ്ട്, പക്ഷേ അതെല്ലാം എന്താണ്, പിശുക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർക്കൊന്നും കൊടുക്കുകയില്ല. അങ്ങനെ പിശുക്കി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് ഏറത്തില്ല, മനസ്സിലായോ. അതിൻ്റെ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരണം എങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നിങ്ങൾക്കുള്ളതിൽ പങ്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒക്കെ ഒന്നൊരു ചെറിയ സഹായം ചെയ്യുക. ദാനമായിട്ടാണ് ചെയ്യേണ്ടത്. തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആർക്കും ഒന്നും കൊടുക്കണ്ട, തിരിച്ച് കിട്ടുകയും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ എംപററുടെ പദവിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരു എംപററുടെ പദവി എന്ന് പറയുമ്പോൾ അത് മോശം പദവിയൊന്നുമല്ല, ഡിവൈൻ മസ്കുലിൻ എനർജിയാണ്, കണ്ടില്ലേ. ഇവിടെ അതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഫെമിനിൻ എനർജി ഉണ്ട്, ഡിവൈൻ ഫെമിനിൻ എനർജി ഉണ്ട്, ഇവിടെ ഡിവൈൻ മസ്കുലിൻ എനർജി ഇവിടെയുണ്ട്. എംപററുടെ പദവി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രസ് വരുന്നതായിട്ട്, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നുണ്ട്. നവഗ്രഹങ്ങളിൽ രാഹു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റേബിളായ ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. സ്റ്റെബിലിറ്റി ലഭിക്കുക എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ജോബ് ലഭിക്കാം, പെർമനൻ്റ് ആയിട്ടുള്ള ശമ്പളം ലഭിക്കുന്ന ഒരു ജോലിയാവാം, ബിസിനസ് പരമായ കാര്യങ്ങളിൽ നല്ല ഒരു മാറ്റം ലഭിക്കുന്ന എനർജി. ഇവിടെ അതുപോലെ പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ അതുതന്നെയാണ് പറയുന്നത്, ശമ്പളം ലഭിക്കാൻ പോകുന്നുണ്ട്, സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്, സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്. ഇവിടെയും സാമ്പത്തികം ലഭിക്കുന്ന എനർജി ഇവിടെ കുറേ ഉണ്ട്.
വന്നിട്ടുണ്ട്, ഏസ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കുന്ന എനർജിയാണ്. ഇത് കരിയർ സംബന്ധമായ കാര്യങ്ങൾ നല്ലൊരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികം ലഭിക്കും. കണ്ടില്ലേ? ചിലപ്പോൾ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഉയർച്ച വരാനുള്ള സാധ്യത നിങ്ങൾ പോലും ചിലപ്പോൾ സ്വപ്നം കണ്ടു കാണില്ല. അതുപോലെ നല്ലൊരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ സൺ വന്നിട്ടുള്ളതും ഏസ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നതും അത് തന്നെയാണ്. 6 ഓഫ് വാൻസിൻ്റെ എനർജി, കിങ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി, ചാരിയട്ട്, ഇവിടെ ഇതെല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ന്യൂ വിഷൻ, ട്രസ്റ്റ്, മെച്യൂരിറ്റി, ദ ഫൂൾ, പുതിയ ചില തുടക്കങ്ങളാണ്. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന അബണ്ടൻസ് ആണ്. കണ്ടല്ലേ? നിങ്ങളിലേക്ക് സമൃദ്ധി വരും. ഇവിടെ സൺ കാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പലർക്കും സമൃദ്ധിയിലേക്ക് പോകാനുള്ള എനർജിയാണെന്ന്. ഇവിടെ സമൃദ്ധിയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയും അതുതന്നെയാണ് സൺ കാർഡ് പറയുന്നതും അതുതന്നെയാണ്. സമൃദ്ധിയിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഇവിടെ മെച്യൂരിറ്റി വന്നിരിക്കുന്നത് കണ്ടില്ലേ? ഇവിടെ സമൃദ്ധിയിലേക്ക് പോകാനുള്ള കഴിവ്, ന്യൂ വിഷൻ, പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരം വരികയാണ്. ഫൂൾ വന്നിരിക്കുന്നു. കണ്ടില്ലേ? ഇവിടെ പുതിയ തുടക്കം, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, സ്പിരിച്വാലിറ്റിയിലേക്ക് പോവുക, അതുമായിട്ടൊരു കണക്റ്റ് ആവുന്ന എനർജി, ഒരു കണക്ഷൻ അതുമായിട്ട് വരുന്നുണ്ട്. നിഷ്കളങ്കതയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്ക് ഇനിയൊന്നും വേണ്ട, എന്നെ ഇനി ദൈവം നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു ഉറച്ച ഫെയ്ത്താണ്, ഉറച്ച വിശ്വാസം. അതിലാണ് ഇവിടെ ട്രസ്റ്റ്. കണ്ടില്ലേ? യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇവിടെ പലർക്കും ഇവിടെ പുതിയ ലൈഫ് വരുന്നുണ്ട്, പുതിയൊരു ലൈഫിൻ്റെ തുടക്കം വരുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏഞ്ചൽ കാർഡ്സ് എടുക്കാം. ഏഞ്ചൽസ് മെസ്സേജസ് എന്തൊക്കെയാണ് നോക്കാം. ഡോണ്ട് സ്റ്റോപ്പ്, it is up to you. 3 കാർഡ്സ് മതി. ഇവിടെ നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? സ്റ്റക്കായിരിക്കുന്നിടത്തു നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകൂ, അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഡോണ്ട് സ്റ്റോപ്പ്, നിർത്തണ്ട, അതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ? അവിടെ നിർത്തൽ വേണ്ട. ഏതെങ്കിലും കാര്യത്തിൽ ഇപ്പോൾ ഒന്ന് മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ സ്റ്റക്കായി, അല്ലെങ്കിൽ ഒരു ഹാൻഡ്മാൻ്റെ അവസ്ഥ വന്നു, അപ്പോൾ എന്താണ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എങ്കിലോ അതിനെ അവിടെ നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മുന്നോട്ട് ആക്ഷൻ എടുത്ത് പോകാൻ, ടേക്ക് ആക്ഷൻ എന്നാണ് പറയുന്നത്. ആക്ഷൻ എടുക്കൂ, അല്ലാതെ വെറുതെ അവിടെ അലസത പിടിച്ചിരിക്കുന്നിട്ട് കാര്യമില്ല, വെറുതെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ആ സ്റ്റക്നെസ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സക്സസ് തരാനുള്ള കാര്യമാണ്, സക്സസ്സിലേക്ക് പോകാനുള്ള സമയമാണത്. അതുകൊണ്ടാണ് അവിടെ ആ സ്റ്റക്നെസ് വന്നിരിക്കുന്നത്. ഏറ്റവും വലിയൊരു പരാജയത്തിൽ നിന്നാണല്ലോ ഏറ്റവും വലിയൊരു വിജയത്തിലേക്ക് പോകാൻ കഴിയുന്നത് എന്ന് പറയുന്നത് പോലെ നിങ്ങളിവിടെ ഒന്നും നിർത്തലാക്കണ്ട. മനസ്സിലായോ? ഒന്നും നിർത്തിവെക്കാൻ പാടില്ല. ഇറ്റ് ഇസ് അപ് ടു യു. ഇത് നിങ്ങൾക്കുള്ളതാണ്. ഈ ആക്ഷൻ എടുക്കൂ, നിങ്ങൾക്കുള്ളതാണ് ഈ സക്സസ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ ആക്ഷൻ എടുത്തുകൊണ്ട് പോയിക്കോളൂ, എടുത്ത് മുന്നോട്ട് പോയിക്കോളൂ. അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കണ്ട, വേണ്ട. അതാണ് ഏഞ്ചൽസ് പറയുന്നത്. കാരണം എന്താണ്? ഈ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് വന്നു ചേരാനുള്ളതാണ്. അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാലോ അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് വരുന്നത്? വരില്ല. ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്നാൽ മാത്രമല്ലേ എന്തെങ്കിലും ലഭിക്കൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ട്രാൻസ്ഫോർമേഷനാണ്. എത്ര കറക്റ്റാണ് അല്ലേ? വളരെ 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 കറക്റ്റാണിത് ഈ ഒരു റീഡിങ്ങിൽ.
കണ്ടില്ലേ, ഇവിടെ 4 ആണ് ഞാൻ പറഞ്ഞു. ലൈഫിന് സ്റ്റെബിലിറ്റി ലഭിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നല്ലൊരു മാറ്റം വരുന്നുണ്ട്, ഇവിടെ പുതിയൊരു തുടക്കം വരുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഇവിടെ വരാൻ പോകുന്നുണ്ട്. ട്രാൻസ്ഫോർമേഷനാണ് ലൈഫിൽ. ഏതൊരു കാര്യത്തിൽ, നിങ്ങളുടെ ഡ്രസ്സിൽ, നിങ്ങളുടെ മുഖഛായയിൽ, നിങ്ങളുടെ സൗന്ദര്യത്തിൽ, ബോഡിയിൽ എന്താണോ മാനസികമായി ശാരീരികമായി ഒക്കെ നിങ്ങൾക്ക് വളരെ വലിയൊരു മാറ്റം ലഭിക്കാൻ പോകുന്നുണ്ട്. ബട്ടർഫ്ലൈ എങ്ങനെയാണ് പ്യൂപ്പയിൽ നിന്നും ഇഴഞ്ഞിഴഞ്ഞ് വന്ന് നല്ല അതിമനോഹരമായ ചിറകുകളോടുകൂടി, വർണ്ണശബളമായ ആ ചിറകുകളോടുകൂടി വന്ന് അവിടെ എല്ലായിടവും പാറിപ്പറക്കാൻ കഴിയുന്നില്ലേ, അതുപോലെ നിങ്ങൾക്കും വരാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതേപോലെ മാറ്റം നിങ്ങളിലേക്ക് സംഭവിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇതൊക്കെയാണ് രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.